ഗായ്സ് അങ്ങനെ പതിവ് പോലെ രാവിലെ എണീച്ച് നമ്മുടെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ടി വി ഒക്കെ ചെയ്താൽ ഞാൻ വെച്ചും കുറച്ച് സമയം ഡാൻസൊക്കെ കളിച്ചു കൂട്ടാം. അത് കഴിഞ്ഞിട്ട് ഇതാ തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവനിങ്ങനെ ജിമ്മാനാവാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് പൊന്തിക്കുന്നുണ്ട്. കാലിനൊക്കെ വീകുന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ പേടിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയി ഇച്ചുവിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതാ തോർത്തെടുത്ത് വരിക എന്ന് പറയുന്ന ഇച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് എന്നിട്ട് തുള്ളി ആ തോർത്ത് അയച്ചിടണം. അതാണ് എൻ്റെ മെയിൻ ഹോബി. അത് കഴിഞ്ഞ് കുപ്പായൊക്കെ ഇട്ട് കൊടുത്ത് അവനൊന്ന് ഞാൻ സുന്ദര കുട്ടപ്പനാക്കി എടുത്തു. പിന്നെ ഇന്ന് പീരിയഡ്സ് ആയതുകൊണ്ട് ഭയങ്കര വയറുവേദനയാണ്. ഞങ്ങൾക്കൊരു പണിയെടുക്കാനൊന്നും മൂടില്ല. അതിനിടയ്ക്ക് ഇച്ചും കൂടി ആകുമ്പോൾ പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇച്ചു നമുക്ക് വയറെടുക്കുന്ന തടവിത്താന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ എന്തോ ഒരു കുപ്പിയൊക്കെ എടുത്തിട്ട് മരുന്നാന്ന് പറഞ്ഞിട്ട് തടവിത്തരൊക്കെ ചെയ്തു. അവസാനം തയ്ച്ചു നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പം ഞാനും പോയി കിടന്നു. കാരണം നല്ല തലയുറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഒരുറക്കം കഴിയുമ്പോഴേക്കും നമ്മുടെ വയറുവേദനയൊക്കെ പോകും കേട്ടോ. എനിക്ക് അധികം അങ്ങനെയാണെന്ന് ഉണ്ടാവില്ല. ഒരുറക്കം കഴിയുമ്പോഴേക്ക് ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ വേഗം കപ്പക്ക ഉണ്ടായിരുന്നു. കപ്പക്ക എടുത്തിട്ട് വേഗം ഒരു ഓലനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറുണ്ട് അടുപ്പത്തുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ എടുത്ത് വറുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. വലിയ കാര്യമാക്കണ്ട, ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഗ്യാസിലാണ് ചോറും കറിയിലാക്കുക പോകുന്നുണ്ട്. പിന്നെ വലിയ പണിയൊന്നുമില്ല, എല്ലാം എളുപ്പമാണ്. രാവിലെ ആണെങ്കിൽ പിന്നെ അമ്മ എല്ലാം ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ വേഗം അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പീടികയിലേക്ക് പോകണം. പീടികയിൽ പോകുന്നത് സ്റ്റേ ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മളവിടെ എത്തിയിട്ട് അത് മാത്രമല്ല വാങ്ങിയത്, വേറെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇച്ചിനും കൂട്ടിയിട്ടല്ലേ പോകണം. അപ്പം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ നമ്മൾ പീടി എത്തിയിട്ടുണ്ട്. നടന്ന് ഇച്ചു നല്ല മോനാണ്, നടക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ വരുമ്പോൾ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ ഐസ് വേണം എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമാക്കിയിട്ട് അങ്ങനെ ഐസൊക്കെ മേടിച്ചു കൊടുത്ത് ഐസൊക്കെ തിന്നുകൊണ്ട് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചായയും പിന്നെ ഉണ്ടയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടയും കട്ടൻ ചായയും കൂടി തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട്. വൈകുന്നേരത്തെ ഒരു നല്ല രസമുള്ള കാലാവസ്ഥയാണല്ലോ വൈകുന്നേരം. അപ്പോൾ ചന്തു ഞാനൊക്കെ പുറത്തിരുന്നത്, ചന്തു മിച്ചറും ഇതൊക്കെ തിന്നുന്നുണ്ട്. അപ്പോഴേക്ക് അവളുടെ സൺസ്ക്രീനൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി പുറത്ത് ആകാശമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് സമയം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസത്തിലിരിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയല്ലേ? അത് കഴിഞ്ഞാൽ ഞാനൊരു ടർക്കി എടുത്തവന് തട്ടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ പാത്തുമ്മ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.